കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു. ഭഗവാന്റെ ആ ചതുർബാഹുവായ ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിലെ കളഭം കൊണ്ടുള്ള അലങ്കാരം ഏത് രൂപത്തിലാണ് ഭക്തരായ നമ്മളെ കാത്തിരിക്കുന്നത് ഭഗവാൻ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, നല്ല തിരക്കാണ്. രാവിലെ തിരക്കുണ്ടായിരുന്നില്ല, രാവിലെ സോപാനം വഴിയായിരുന്നു ഒരുപാട് സമയം വിട്ടിരുന്നത്. പിന്നെ ഉദയാസ്തമന പൂജയുടെ തിരക്കായപ്പോൾ നല്ല തിരക്കായി. അതേവരെ രാവിലെ തീരെ തിരക്കില്ലാത്ത നിർമ്മാല്യമൊക്കെ വളരെ സുഖമായിരുന്നു എല്ലാ ഭക്തർക്കും. കാരണം അധികം തള്ളിമാറ്റലൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് അകത്തേക്ക് പോവാം. ആ വാതിൽപ്പടി കയറുമ്പോൾ തന്നെ നമ്മൾ അകത്തെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കും അറിയാതെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടേ ഇന്നത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഉൾവിളിയോടെ നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടത്തെ സൈഡിലെ ആ നാരായണീയം രചിച്ച മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതൊന്ന് നോക്കി തൊഴുതു. വലതേ വശത്തെ ആ തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കാൽപാദങ്ങൾ കാണുന്നു, കാൽത്തളകൾ കാണുന്നു. അങ്ങനെ മുകളിലിങ്ങനെ പട്ടിങ്ങനെ ഞൊറിഞ്ഞെടുത്ത് അരമണിയൊക്കെ ചാർത്തി കിങ്ങിണിയൊക്കെ ചാർത്തി ഇങ്ങനെ നിൽക്കണു. ആ കാൽപാദങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഒരു കാലിങ്ങനെ പതുക്കെ ഇങ്ങനെ പിണച്ച് വെക്കാനുള്ള ശ്രമമാണ്. എനിക്ക് തോന്നുന്നു ഓടക്കുഴൽ വിളിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെ ഉണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അതേ മാറത്തൊരു വലിയ മാല കാണാനുണ്ട്. കഴുത്തിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 മാലകളുണ്ട് സ്വർണത്തിൻ്റെ. കൈവളകൾ കാണാനുണ്ട്. കൈവളകൾക്ക് നോക്കുമ്പോൾ പൊന്നോടക്കുഴലുണ്ട്. അതിങ്ങനെ ചുണ്ടോട് ചേർക്കണേ ഉള്ളൂ, ഒക്കെ ഇങ്ങനെ എത്തി വരുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ കാല് പിണച്ച് വെച്ച് ആ ഓടക്കുഴൽ വിളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു രൂപം, വിളിച്ചുകൊണ്ടിരിക്കുകയല്ല, വിളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ, ചെറിയ പൊന്നുണ്ണിക്കണ്ണൻ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പീലിത്തിരിമുടികൾ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്നും, തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടിമാലകൾ കാണാനുണ്ട്. അതേപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. വലിയ ഉണ്ടമാലകളാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണം. വെളുത്ത പൂവിന് കൂടുതൽ പ്രാധാന്യമുള്ളത്, ഏകദേശം ഒരേ മാതിരിയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ 2 ഉണ്ടമാലകളും കയ്യിൽ പൊന്നോടക്കുഴലും ഗോപീതിലകമൊക്കെ വെച്ച് തോൾവളകളൊക്കെ അണിഞ്ഞ് ചെവിപ്പൂക്കളൊക്കെ വെച്ച് നല്ലൊരു സുന്ദര കുട്ടിയായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. നല്ലൊരു രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിലാണ് നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചോളൂ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ദർശനം നമുക്ക് ലഭ്യമാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എന്തായാലും ലഭിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങുമ്പോൾ ആദ്യം തന്നെ ആ അഗ്നികോണിലത്തെ ആ ഒരു ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുതു. അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളി നോക്കി തൊഴുതു. അതേപോലെ അവിടെ നിന്ന് ആ ചുമരിൻ്റെ അവിടേക്ക് നോക്കിയാൽ ആലിലകൃഷ്ണനെ കാണാം, ആലിലക്കണ്ണൻ. അപ്പോൾ അത് കണ്ടൊന്ന് തൊഴുതു. അങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെ തൊഴുതു. പിന്നീട് നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.
അങ്ങനെ അവിടുന്ന് തൊഴുതു ഏത്തൊട്ടു. പിന്നെ സരസ്വതി ദേവീനെ കണ്ട് തൊഴുകയാണ്. വെളുത്ത മാല ചാർത്തിയിട്ടുണ്ട് സരസ്വതി ദേവിയുടെ ഫോട്ടോയിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് വരുമ്പോൾ ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നോക്കി വരുമ്പോൾ ആ മൂലക്കിലെത്തുമ്പോൾ ചെറിയ ഗണേശൻ്റെ വിഗ്രഹം കാണാം, തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് തലോടിയിട്ട് വരാം. നമുക്ക് തൊട്ട് തലോടാൻ പറ്റുന്ന വിഗ്രഹങ്ങളാണ് ഈ സൈഡിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് പ്രാർത്ഥിച്ചിങ്ങനെ വരുമ്പോൾ മത്സ്യത്തിൻ്റെയും കൂർമ്മത്തിൻ്റെയും വരാഹത്തിൻ്റെയും നരസിംഹത്തിൻ്റെയും രൂപങ്ങൾ കാണാം. അതൊക്കെ കാണാം. അങ്ങനെ വരുമ്പോൾ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് ആ വാമനാവതാരം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അത് കഴിഞ്ഞ് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അവിടുന്ന് ആരും പെട്ടെന്ന് എണീച്ച് പോകാൻ പറയില്ല. അപ്പോൾ അവിടെ സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ തൊഴുത് വീണ്ടും നമ്മൾ പുറകിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അങ്ങനെ പോരാം. അങ്ങനെ പോകുന്ന കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ തുളസിമാല കാണാനുണ്ട്. അങ്ങനെ അത് കണ്ട് തൊഴാം. പിന്നെ മുരുകന് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഇന്നിപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നിറയെ വെറ്റിലമാല. ഹനുമാൻ സ്വാമിയുടെ ആ മുഖം മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊക്കെ വെറ്റിലമാലകൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. കുങ്കുമം കുറച്ചേ കാണാനുള്ളൂ, പക്ഷേ വെറ്റിലമാലകൾ കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് അതേപോലെ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഓവിൻ്റെ അവിടുന്ന് പടിഞ്ഞാറേ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ താമരക്കണ്ണൻ പുതുതായിട്ട് സ്ഥാനചലനത്തോടെ വന്നിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ ആ ഗ്രില്ലിനവിടെ വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഏത് രൂപത്തിലാണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം. പിന്നീട് നമ്മൾ വടക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദനെയും കൃഷ്ണാട്ട വിഗ്രഹവും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പിന്നെ വരുന്നത് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരിക. അപ്പോൾ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ ഭഗവതീനെ കാണാൻ പോവുകയാണ്. എടത്തരികത്തുകാവിലെ ഭഗവതീനെ കണ്ട് തൊഴാം. ആ ഭഗവതിയുടെ അടുത്ത് വന്ന് ഭഗവതി ഇന്ന് വളരെ മനോഹരമായിട്ടാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗോളയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഇന്നത്തെ അലങ്കാരങ്ങളൊക്കെ ഉള്ളത്. ധാരാളം പൂക്കൾ, അർച്ചന പൂക്കളുണ്ട്. നല്ല രസമായിട്ടുള്ള ചുവന്ന തെച്ചിപ്പൂവ് അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വലിയ മാലയൊക്കെ ഉണ്ട്, നെക്ലസ് പോലത്തെ മാലയൊക്കെ ഉണ്ട് അണിഞ്ഞിട്ടാണ് ഭഗവതി നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭഗവതിയെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുത് നമ്മൾ നേരെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞു നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഒന്ന് തൊഴുക. അപ്പം മമ്മിയൂര് പോയ ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മൾ വേഗം ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. ഓടക്കുഴൽ വിളിക്കാൻ തയ്യാറായി കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന ആ വേദപാരായണം നടത്തുന്നതും കിടാവിളക്കൊക്കെ കാണാം. അവിടെ വന്ന് തൊഴാം. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നല്ല രസമായിട്ടുള്ള അലങ്കാരം, കറുത്ത മുണ്ടും അതൊക്കെ നിറയെ പൂക്കളാൽ അഭിഷേകം കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ കണ്ട് പൊട്ടൊക്കെ ഇങ്ങനെ വെച്ച് ഗോപി ഒക്കെ വെച്ച് അയ്യപ്പസ്വാമി ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുത് വലം വെച്ച് നമ്മൾ
പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അത് കണ്ട് തൊഴുക. അതേപോലെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ പതുക്കെ പുറകിലേക്ക് നീങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ കണ്ട് തൊഴാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ആ ഒരു സംതൃപ്തിയാണ് ആ ഗുരുവായൂരപ്പൻ്റെ. എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെന്ന് തൊഴുത പ്രതീതിയാണ് എല്ലാവരിലേക്കും എത്തുക. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറായിട്ട് കേൾക്കാൻ വരിക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എല്ലാവരിലേക്കും പ്രസരിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.